ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പാട പോലെയുള്ള അതൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് കട്ടിയില്ലാതെയല്ല, ഒരല്പം കട്ടിയിൽ വേണം നമ്മളിത് ഈ സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് അത്രയും നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ആവശ്യാനുസരണം നമ്മൾ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നെയ്യ് ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മളിത് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ നെയ്യൊക്കെ ഒന്ന് തൂത്ത് കൊടുത്ത ഭാഗത്തേക്ക് മാത്രം ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് ആ ബ്രഷ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് എല്ലായിടത്തേക്കും നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കവർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ നേന്ത്രപ്പഴം ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ആ സൈഡിലേക്കൊന്നും കയറേണ്ട, നടുക്ക് മാത്രം വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കട്ട് ചെയ്തതിൽ മുഴുവൻ നേന്ത്രപ്പഴം ആവശ്യമായി വന്നിട്ടില്ല, കുറച്ച് നേന്ത്രപ്പഴം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് ബാറ്ററിനുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അരക്കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് നോക്കാം, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ആ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതൊരു ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിത് അരക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 125 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 30 മില്ലി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാൻ. നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഞാൻ ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 1 ടേബിൾ സ്പൂണോളം അതിൽ കുറവാണ്. 1 ടേബിൾ സ്പൂണോളം കുറച്ചിട്ടാണ് നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മൈദയിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ നമ്മൾ ആ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത വിസ്ക് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ നിറച്ച് വെച്ചിട്ടുള്ള ആ പഴത്തിലേക്ക് നമുക്ക് ഈ ബാറ്റർ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുവോളം നന്നായിട്ടിത് നിരത്തി കൊടുക്കണം. സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഈ നമ്മുടെ ബാറ്റർ നേന്ത്രപ്പഴത്തിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാം. അതിനുശേഷം സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കുക. നന്നായിട്ട് ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിന് ശേഷം 1 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മളിവിടെ ബാറ്റർ ഒഴിച്ച് വെച്ച പാത്രം അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഒന്ന് നമ്മുടെ ലിഡ് കൊണ്ട് അടച്ചു കൊടുത്തിട്ട് ലിഡിൽ ദ്വാരങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഒരു പേപ്പർ കൊണ്ട് അടച്ചു കൊടുക്കുക.
ഇതിപ്പോൾ ഇതാ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 25 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യേണ്ട സമയം. 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കൊരു കറക്റ്റ് 25 മിനിറ്റാണ് നമുക്കിത് വേവാനായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ആയ ടൈം. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കൗത്തിയെടുക്കാം കണ്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടില്ലേ, നല്ല ചൊറുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പോഞ്ചിയായ നല്ല സ്പോഞ്ചാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.